ഈ സർക്കിട്ട് എന്ന ഇതിന് സിനിമയ്ക്ക് പേരിടാൻ കാര്യം എന്താ? ഇതൊരു ഒരു യാത്രയാണ്. സർക്കിട്ട് എന്നുള്ളത് പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ നമ്മളിപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണതിനൊക്കെ സർക്കിട്ട് അടിച്ചാലോ അല്ലെങ്കിൽ ഈ സർക്കിട്ട് കഴിഞ്ഞ് വന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ സിനിമയിൽ ഒരു കറക്കവും ഒരു യാത്രയൊക്കെ ഉണ്ട്, 2-3 ആംഗിളിൽ. അപ്പോൾ ആ യാത്രേനെ കണക്ട് ചെയ്യാൻ പിന്നെ സർക്കിട്ട് എപ്പോഴും ഒരു സന്തോഷമുള്ള ട്രിപ്പായിരിക്കും, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെയൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു ഒരു പ്രോപ്പർ ജേണി ഈ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും റിലേറ്റ് ചെയ്യാവുന്ന ഇതുവരെ വരാത്ത പേരായതുകൊണ്ട് സർക്കിട്ട് എന്ന്. ഈ ആദ്യത്തെ ഓഡീഷനെ വിളിച്ചപ്പോഴത്തേക്ക് ഈ ഡയറക്ടർ അങ്കിളാണോ, ഡയറക്ടർ മാമൻ എന്താ പറഞ്ഞേ, എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഓ തമറക്ക. എന്തായിരുന്നു ഓഡീഷന് പറഞ്ഞു തന്നത്? ഒരു മുള്ളാമുട്ടി സൈക്കിക്കുന്നേ ആണോ? ആണോ? അത് ചെയ്യാനപ്പോ എളുപ്പമായിരുന്നോ അതോ അമ്മ അച്ഛനൊക്കെ പറഞ്ഞു തന്നോ? അല്ല എളുപ്പമാ. പിന്നെ എന്താ പറഞ്ഞേ? പിന്നെ കൈ ഇങ്ങനെ പിടിച്ച് പഠിക്കാൻ പറഞ്ഞില്ലേ? അച്ഛൻ്റെ അടുത്ത് ലിഫ്റ്റ് അമർത്തിച്ചു. കൊറേ എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു, എനിക്ക് ഓർമ്മയില്ല. അതെല്ലേ, എന്തൊക്കെയോ ചെയ്യിച്ചു. ഞാനത് അടിപൊളിയായിട്ട് ചെയ്തു, ഞങ്ങള് സിനിമയിൽ വന്നു അല്ലേ. ഇനി അടുത്ത സിനിമ, ഇപ്പൊ ആദ്യത്തെ സിനിമ ആസിഫിക്കയുടെ കൂടെ അഭിനയിച്ചു, അടുത്ത സിനിമ ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? ആദ്യത്തെ സിനിമ അല്ലേ, ബാക്കിയെല്ലാം കുഞ്ഞു റോളാ. ഏറ്റവും ആദ്യം ആരുടെ കൂടെ അഭിനയിച്ചത്? ടോയ് അങ്കിളുടെ കൂടെ അഭിനയിച്ചത്. സെക്കൻഡ് വാഴ, അത് കഴിഞ്ഞിട്ടാ ഇതൊക്കെ. ഇത് 3ാമത്തെ സിനിമയാണ് അല്ലേ? 5ാമത്തെ. അപ്പൊ ഇപ്പൊ സെക്കൻഡ് വാഴ, പിന്നെ ഇതല്ലേ തേർഡ്. ബബബ റിലീസ് ആയില്ല, പിന്നെ ബബബ ഉണ്ട്, ദാവീദ് ഉണ്ട് ആണ് അല്ലേ.